ഗുരുവായൂർ ക്ഷേത്രത്തിലെ മഞ്ജുളയാലിന് ചുറ്റുമുള്ള ആൽത്തറ പുനർനിർമ്മിക്കുന്നു. വെങ്കലത്തിൽ നിർമ്മിച്ച ഗരുഡന്റെ പ്രതിമയും ആൽത്തറയോട് ചേർന്ന് സ്ഥാപിക്കും. 1.25 കോടി രൂപയാണ് ഇതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഗുരുവായൂരപ്പന് നിത്യം മാല കുരുത്തർപ്പിച്ചിരുന്ന ഭക്ത മഞ്ജുളയ്ക്ക് ഒരു ദിവസം ക്ഷേത്ര ദർശനം മുടങ്ങി. ഭഗവാനെ കാണാതെ മനസ്സുനൊന്ത് ക്ഷേത്രമുറ്റത്തിരുന്ന് കരഞ്ഞ മഞ്ജുളയ്ക്ക് മുന്നിൽ മറ്റൊരു ഭക്തനായ പൂന്താനമെത്തി. ഉണ്ണിക്കണ്ണന്റെ നിർദ്ദേശപ്രകാരമെത്തിയ പൂന്താനം മഞ്ജുളയെ ക്ഷേത്രത്തിന് സമീപത്തെ ആലിന് മുന്നിലെത്തിച്ച് ആ മാലയർപ്പിക്കാൻ നിർദ്ദേശിച്ചു. അവിടെ വെച്ച് ഇരുവർക്കും ഭഗവാൻ ദർശനം നൽകിയെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഗുരുവായൂരെത്തുന്ന ഓരോ ഭക്തനും മഞ്ജുളയാലും പ്രാധാന്യമുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ആൽത്തറ പുതുക്കി പണിയാൻ ദേവസ്വം തീരുമാനിച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആലിനെ അതേ നിലയിൽ സംരക്ഷിച്ചു നിർത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കുക. 1.5 കോടി രൂപ എസ്റ്റിമേറ്റ് കണക്കാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഗരുഡന്റെ വെങ്കലത്തിലുള്ള പ്രതിമയും വിളക്കുകളും ഒരുക്കും. പയ്യന്നൂർ സ്വദേശി ശില്പി ഉണ്ണി കാനായിയാണ് ഗരുഡന്റെ വെങ്കല രൂപം തയ്യാറാക്കുന്നത്. കൊച്ചി സ്വദേശിയായ വേണു കുന്നപ്പിള്ളിയുടെ സംഭാവനയായാണ് ആൽത്തറയും ഗരുഡ പ്രതിമയും സ്ഥാപിക്കുന്നത്. മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാക്കി ആൽത്തറയും ഗരുഡ ശില്പവും ഗുരുവായൂരപ്പന് സമർപ്പിക്കും. ന്യൂസ് മലയാളം, തൃശൂർ.